നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നമുക്കിന്ന് നോക്കാം. ഛോട്ടെ ഛോട്ടെ സാമാന്യ പ്രശ്ൻ ഔർ ഉത്തർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സാധാരണ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. എന്തുപറ്റി? അതിന് ക്യാ ഹുവ. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, ഹുവ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു. ക്യാ ഹുവ, എന്തുപറ്റി? ക്യാ ഹുവ. ഒന്നുമില്ല അല്ലെ, ഒന്നും പറ്റിയില്ല. കുച്ച് നഹി, ഒന്നുമില്ല. കുച്ച് നഹി, ഒന്നും പറ്റിയില്ല എന്നുള്ളതിന് കുച്ച് നഹി ഹുവ എന്നും പറയാം. ഒന്നുമില്ല, കുച്ച് നഹി, ഒന്നും പറ്റിയില്ല. കുച്ച് നഹി ഹുവ. എനിക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് പോകാൻ കഴിയുമോ? അതെങ്ങനെ ചോദിക്കും? ക്യാ മേ ജാ സക്താ ഹൂം, എനിക്ക് പോകാൻ കഴിയുമോ? ക്യാ മേ ജാ സക്താ ഹൂം. നമ്മൾ ഈ സക്ക് വെച്ചിട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്നുള്ളതിന് പറയുമ്പോഴും നമ്മൾ മേ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സക്കിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അത് അറിയാൻ വയ്യാത്തവർ ആ വീഡിയോ ഒന്ന് നോക്കണം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. തീർച്ചയായും, അതിന് രണ്ട് രീതിയിൽ ഉത്തരം പറയാം. അവശ്യം അല്ലെങ്കിൽ ജരൂർ. തീർച്ചയായും എന്നുള്ളതിന് ജരൂർ അല്ലെങ്കിൽ അവശ്യം. താങ്കൾക്ക് തീർച്ചയായും പോകാൻ പറ്റും എന്ന് മുഴുവനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? ജരൂർ ആപ് ജാ സക്തേ ഹെ. തീർച്ചയായിട്ടും താങ്കൾക്ക് പോകാൻ പറ്റും. ജരൂർ ആപ് ജാ സക്തേ ഹെ. താങ്കൾ എൻ്റെ കൂടെ വരികയാണോ? ക്യാ മേരെ സാത്ത് ആ രഹേ ഹെ. മേരെ സാത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ. ആ രഹേ ഹെ, വരികയാണോ. ക്യാ മേരെ സാത്ത് ആ രഹേ ഹെ. താങ്കൾ എൻ്റെ കൂടെ വരികയാണോ. താങ്കൾ എൻ്റെ കൂടെ വരുമോ? ക്യാ മേരെ സാത്ത് ആയേങ്കെ. വരുമോ, ആയേങ്കെ. ക്യാ ആപ് മേരെ സാത്ത് ആയേങ്കെ. ഇല്ല, അതെങ്ങനെ പറയും? നഹി. ഇല്ല, നഹി. വരികയാണ് എന്ന് പറയാനാണെങ്കിൽ ആ രഹാ ഹൂം. ഇനി വരും എന്നാണ് പറയുന്നതെങ്കിൽ ആവുങ്ക. വരികയാണ്, ആ രഹാ ഹൂം. വരും, ആവുങ്ക. അടുത്തത് നമ്മൾ സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. മനസ്സിലായോ? സമജ് മേ ആയ. അത് നമ്മുടെ ടോൺ അനുസരിച്ച് സമജ് മേ ആയ എന്ന് ചോദിച്ചാൽ അത് ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ലെങ്കിൽ സമജ് മേ ആയാ ക്യാ എന്നും വേണേൽ ചോദിക്കാം. മനസ്സിലായോ? സമജ് മേ ആയാ ക്യാ, മനസ്സിലായോ? അതിൻ്റെ ഉത്തരവായിട്ട് നമുക്ക് എന്ത് പറയാം? സമജ് മേ ആയ, മനസ്സിലായി എന്ന് പറയുന്നതിനും സമജ് മേ ആയ എന്ന് തന്നെ യൂസ് ചെയ്യാം. കുറച്ച് കുറച്ച്. കുറച്ചെന്നുള്ളതിന് തോടയാ. കുറച്ച് കുറച്ച്, തോടാ തോടാ. എനിക്ക് കുറച്ച് കുറച്ചേ മനസ്സിലായുള്ളൂ. മുझे തോടാ തോടായി സമജ് മേ ആയ, അങ്ങനെ പറയാം. അപ്പോൾ കുറച്ച് കുറച്ച് എന്നുള്ളതിന് തോടാ തോടാ. എനിക്ക് കുറച്ച് കുറച്ചേ മനസ്സിലായുള്ളൂ. മുझे തോടാ തോടാ ഹി സമജ് മേ ആയ. എന്താണ് കാര്യം? ക്യാ ബാത് ഹേ. നമ്മൾ ആരെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം ചോദിക്കത്തില്ലേ നമ്മൾ, എന്തുവാ കാര്യം, നിങ്ങൾ എന്തുവാ സംസാരിക്കുന്നത്, എന്താ കാര്യം? ക്യാ ബാത് ഹേ. ക്യാ ബാത് ഹേ. നിങ്ങൾക്കറിയാമോ? ക്യാ തുമേ മാലുമേ. മാലും എന്ന് പറഞ്ഞാൽ അറിയുക. ക്യാ തുമേ മാലുമേ, നിങ്ങൾക്കറിയാമോ? എന്ത് കാര്യത്തിനാണ് വഴക്ക് അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണ് വഴക്ക്? ജഗഡ കിസ് ബാത് കാ ഹേ. ജഗഡ എന്ന് പറഞ്ഞാൽ വഴക്ക്. ജഗഡ കിസ് ബാത് കാ ഹേ, ഏത് കാര്യത്തിൻ്റെ പേരിലാണ് വഴക്കിടുന്നത്? ജഗഡ കിസ് ബാത് കാ ഹേ. നിങ്ങൾ എന്തു പറഞ്ഞു? തുമ്നെ ക്യാ കഹ. ക്യാ കഹ എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞു. നിങ്ങൾ എന്തു പറഞ്ഞു? തുമ്നെ ക്യാ കഹ. ഇതെന്താണ്? എഹ് ക്യാ ഹേ. എന്താണ്? എഹ് ക്യാ ഹേ, ഇതെന്താണ്? എന്തുണ്ട് വിശേഷം അല്ലെ എന്തുണ്ട് വർത്താനം, നമ്മളങ്ങനെ ചോദിക്കത്തില്ലേ? അത് ക്യാ സമാചാർ ഹേ. എന്തുണ്ട് വിശേഷം? ക്യാ സമാചാർ ഹേ. ക്യാ സമാചാർ ഹേ. പ്രത്യേകിച്ചൊന്നുമില്ല അല്ലെങ്കിൽ വിശേഷമൊന്നുമില്ല. കുച്ച് വിശേഷ് നഹി. കുച്ച് വിശേഷ് നഹി, ഒരു വിശേഷവും ഇല്ല. കുച്ച് വിശേഷ് നഹി. താങ്കൾ എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ താങ്കളുടെ ജോലി എന്താണ്? ആപ് ക്യാ കർത്തേ ഹേ. ആപ് ക്യാ കർത്തേ ഹേ. അല്ലെങ്കിൽ തും ക്യാ കർത്തേ ഹോ എന്നും ചോദിക്കാം. തും ക്യാ കർത്തേ ഹോ. അല്ലെങ്കിൽ ആപ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്തു ചെയ്യുന്നു. നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിനാണ് തും ക്യാ കർത്തേ ഹോ എന്ന് പറയുന്നത്. താങ്കൾ എന്തു ചെയ്യുന്നു എന്ന് ബഹുമാനത്തോടെ ചോദിക്കണമെങ്കിൽ ആപ് ക്യാ കർത്തേ ഹേ. ഞാനൊരു കച്ചവടക്കാരനാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ്. മേ മേക്ക് വ്യാപാരി ഹൂം. മേ
ഏക് വ്യാപാരി ഹൂം, ഞാനൊരു കച്ചവടക്കാരനാണ്. മേ ഏക് വ്യാപാരി ഹൂം. പിന്നെ കാണാം. പിന്നെ എന്നുള്ളതിന് ഫിർ, കാണാം എന്നുള്ളത് മിൽത്തേ ഹേ. പിന്നെ കാണാം, ഫിർ മിൽത്തേ ഹേ. ഫിർ മിൽത്തേ ഹേ അല്ലെങ്കിൽ ബാദ് മേ മിൽത്തേ ഹേ എന്നും പറയാം. ബാദ് മേ മിൽത്തേ ഹേ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിനു മുമ്പുള്ള വീഡിയോകളുമെല്ലാം വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്ക് നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.